This call is now being recorded. കിട്ടിയോ? സുമിഷ ഉണ്ടോ? സുമിഷ പോയല്ലോ. അനീഷ എവിടെ പോയി? ചെയ്താ തന്നെ 3 പ്രോബ്ലം ചെയ്ത് കിട്ടിയോ? പറഞ്ഞു കേട്ടില്ലേ? ഹലോ, പറഞ്ഞോ. മിസ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഒരു പ്രോബ്ലം പോലും കിട്ടിയില്ല. നോക്കിയോ? ശ്രമിച്ചിരുന്നോ? സത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയണം കേട്ടാ. എനിക്കിപ്പോ നിങ്ങളൊന്നും നോക്കാനൊന്നും പറ്റില്ല, പക്ഷെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അനീഷ? ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? എന്താ മിസ് കേൾക്കണില്ല? പ്രോബ്ലം ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? കിട്ടിയില്ല എന്ന് പറയുന്നത് എവിടെയാണ് കിട്ടാതായത്? എന്താണ് മനസ്സിലാവാതിരുന്നത്? എനിക്കത് ആ ഭാഗം മനസ്സിലായിട്ടില്ല. അപ്പൊ എന്റെ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കേറിയിട്ടുണ്ടായിരുന്നില്ലേ? കേറിണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, മനസ്സിലാവാത്തുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അപ്പൊ എന്താ ഒന്നും മിണ്ടാണ്ടിരുന്നുണ്ടായിരുന്ന? മനസ്സിലായില്ലെങ്കിൽ? ഹലോ മിസ്. സുമിഷ, ഒരു സെക്കൻഡ് സുമിഷ. എന്താ അനീഷ ഒന്നും പറയാതിരുന്നപ്പോ ക്ലാസ്സില്? ഞാൻ സാമ്പിൾ പോയിന്റിന്റെ ഇതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, വോയിസ് ഇട്ടതൊന്നും. ഏത് വോയിസ്? ആ മൊഡ്യൂള് കഴിഞ്ഞു. നമ്മൾ 4th സെം ക്ലാസ് തുടങ്ങി, മനസ്സിലായോ? 3rd സെം അവസാനിപ്പിച്ചു. 3rd സെമ്മിന്റെ ആയിരുന്നു ഞാൻ ഓഡിയോ ക്ലിപ്പ് തന്നത്. 4th സെം ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്ത പോർഷൻസുമായി ചെയ്യിപ്പിച്ച പ്രോബ്ലം ചോദിക്കാൻ മടിയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, ടീച്ചറെ ഈ ഭാഗം എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം ഡൗട്ടൊന്നും കണ്ടില്ല. നമ്മൾ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ടീച്ചറെ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇപ്പൊ പറയേണ്ടത്? അനീഷ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ? അനീഷ പറയൂ, എന്തുകൊണ്ടാണ്, എവിടെയാണ് മനസ്സിലാവാത്തത് പറയൂ. അത് മിസ് എനിക്കറിയില്ല. എനിക്ക് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി ഈക്വൽ ടു തീറ്റ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി സ്ക്വയർ ഈസ് നോട്ട് അൺബയാസ്ഡ് ഫോർ തീറ്റ ഇൻ ജനറൽ. അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു തീറ്റ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്നത് ഇതാണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയൻസ് ഓഫ് ടി കൺസിഡർ ചെയ്തു. കാരണം എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി സ്ക്വയർ വരണം. അത് വരാൻ വേണ്ടിയിട്ടാണ് വേരിയൻസ് ഓഫ് ടി കൺസിഡർ ചെയ്യുന്നത്. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് ടി? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. അല്ലേ? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി ഈസ് തീറ്റ. അപ്പൊ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്നാവും ഇത്. അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്നത് ടിയും ബി എന്ന് പറയുന്നത് തീറ്റയാണ്. എ സ്ക്വയർ പറഞ്ഞാൽ ടി സ്ക്വയർ മൈനസ് 2ab പറഞ്ഞാൽ 2 ഇൻറ്റു ടി ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ സ്ക്വയർ. നമ്മൾ എക്സ്പെക്ടഡ് വാല്യൂ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് ഓരോ ടേമിനും. സോ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി സ്ക്വയർ മൈനസ് ഇതിലെ 2 തീറ്റ കോൺസ്റ്റന്റ് ആണ്, ടി മാത്രമേ വേരിയബിൾ ഉള്ളൂ. അതുകൊണ്ട് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി പ്ലസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് തീറ്റ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി സ്ക്വയർ മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി എന്താണെന്ന് അറിയാം, തീറ്റ തന്നെയാണ് അല്ലേ? അപ്പൊ മൈനസ് 2 തീറ്റ സ്ക്വയർ എന്നാവും. 2 തീറ്റ ഇൻറ്റു എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി, തീറ്റ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 2 തീറ്റ സ്ക്വയർ പ്ലസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് തീറ്റ സ്ക്വയർ എന്ത് തന്നെയാണ്? തീറ്റ സ്ക്വയർ തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ. വേരിയൻസ് ഓഫ് ടി എന്നുള്ളത് നമുക്ക് എന്തെന്ന് കിട്ടി? ഇ ഓഫ് ടി സ്ക്വയർ
കിട്ടി. ഇനി നമുക്കറിയാം വേരിയൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. വേരിയൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. കാരണം എന്താ, വേരിയൻസ് ഈസ് എ സ്ക്വയർ ടേം അല്ലേ, സ്ക്വയർ ടേം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സോ വേരിയൻസ് ഓഫ് ടി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, which implies expected value of t square minus theta square is greater than or equal to 0, which implies expected value of t square is greater than or equal to theta square, which implies t square is not unbiased for theta square. അല്ലേ, നമുക്ക് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു തീറ്റ സ്ക്വയർ എന്ന് കിട്ടിയാലാണ് അൺബയാസ്ഡ് ആവുള്ളൂ. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കിട്ടിയത്. സോ ടി സ്ക്വയർ ഈസ് നോട്ട് അൺബയാസ്ഡ് ഫോർ തീറ്റ സ്ക്വയർ. ഒന്നുകൂടി പറയാം, നമുക്ക് തന്നിരിക്കുന്നത് ടി ഈസ് അൺബയാസ്ഡ് ഫോർ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി ഈക്വൽ ടു തീറ്റ എന്ന് തന്നിട്ടുണ്ട്. വി നീഡ് ടു പ്രൂവ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി സ്ക്വയർ ഈസ് നോട്ട് അൺബയാസ്ഡ് ഫോർ തീറ്റ സ്ക്വയർ ആണ് കേട്ടോ, സോറി തീറ്റ സ്ക്വയർ. അതിന് നമ്മൾ ആദ്യം വേരിയൻസ് ഓഫ് ടി കൺസിഡർ ചെയ്തു, അതിന്റെ ഡെഫിനിഷൻ എഴുതി, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി വരുന്നവിടെ തീറ്റ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, a മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു, ഓരോ ടേമിനും എക്സ്പെക്ടഡ് വാല്യൂ കൊടുത്തു, കോൺസ്റ്റന്റുകളെയൊക്കെ പുറത്തു നിർത്തി. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി തീറ്റ ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് -2 തീറ്റ സ്ക്വയർ എന്നായി. അപ്പൊ ഇത് രണ്ടും ഒരേ ടേം ആണ്. ഇവിടെ -2 തീറ്റ സ്ക്വയറും ഇവിടെ പ്ലസ് തീറ്റ സ്ക്വയറും. സോ മൈനസ് തീറ്റ സ്ക്വയർ. വേരിയൻസ് ഓഫ് ടി നമുക്ക് എപ്പോഴും അറിയാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന്. സോ വിച്ച് ഇംപ്ലൈസ് വേരിയൻസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ആണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, which implies expected value of t square greater than or equal to theta square, that is t square is not unbiased for theta square. മനസ്സിലായോ? മനസ്സിലായി. എഴുതിയെടുക്കൂ, ചെയ്യാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കൂ. Show that the sample mean x bar is unbiased estimator for 1 by theta for the distribution f of x theta equal to theta into 1 minus theta raised to x minus 1 ന്റെ. Okay. Sample mean x bar is an unbiased estimator for 1 by theta for the distribution f of x theta equal to theta times 1 minus theta raised to x minus 1 for x is equal to 1, 2, etc. and 0 less than theta less than 1, 0 elsewhere. ഇങ്ങനെ ഒരു പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പോപ്പുലേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള റാൻഡം സാമ്പിൾ ആണ് x1, x2, xn. ആ കേസിൽ 1 by theta എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് x bar എന്ന് കാണിക്കണം. അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x bar equal to 1 by theta ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ആസ് യൂഷ്വൽ എന്ത് കണ്ടുപിടിക്കും, കൺസിഡർ ചെയ്യും. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x bar കൺസിഡർ ചെയ്തു. സോ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് 1 by n സമ്മേഷൻ xi അല്ലേ. അപ്പൊ 1 by n സമ്മേഷനെ പുറത്തേക്ക് നിർത്തിയാൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xi അല്ലെ. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xi നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ പോപ്പുലേഷൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xi നമ്മൾ e of x കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ സാമ്പിൾ ആയതുകൊണ്ടാണ് i equal to 1 to n ആയത്. അപ്പൊ ഇൻ ജനറൽ വാട്ട് ഈസ് e of x, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. e of x എന്ന് പറഞ്ഞാൽ എന്ത് വരും, സമ്മേഷൻ ഓവർ x into f of x എന്നാണ് ഡെഫിനിഷൻ അല്ലേ. This is equal to summation x is equal to 1 to infinity അല്ലെ. x ന്റെ റേഞ്ച് 1 മുതൽ എക്സെട്ര പോവാണ്. അപ്പൊ 1 to infinity x into theta into 1 minus theta raised to x minus 1. ഇവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് ശരിക്കും ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനോട് സാമ്യം തോന്നുന്നുണ്ടോ? അതിനാണ്
പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുള്ള ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ PDF ആണിത്. ജോമെട്രിക് എന്തായിരുന്നു? പി ക്യൂ റേസ് ടു എക്സ് അല്ലെങ്കിൽ പി ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് മൈനസ് 1. ഇതായിരുന്നു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ. പിയുടെ സ്ഥാനത്ത് തീറ്റയും ക്യൂയുടെ സ്ഥാനത്ത് 1 മൈനസ് തീറ്റയും വന്നേ ഉള്ളൂ. ശരിക്കും ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് നമ്മൾ ആസ് യൂഷ്വൽ തീറ്റേനെ പുറത്തേക്ക് എടുത്തു. ബാക്കി സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to infinity എക്സ് ഇൻറ്റു 1 മൈനസ് തീറ്റ റേസ് ടു എക്സ് മൈനസ് 1. ഇനി എക്സിന് 1 ഇട്ട് കൊടുക്കുക ആദ്യം. അപ്പൊ എന്തായാലും തീറ്റ അവിടെ തന്നെ നിർത്തി. എക്സിന് 1 ഇട്ട് കൊടുത്താൽ 1 ഇൻറ്റു 1 മൈനസ് തീറ്റ റേസ് ടു 1 മൈനസ് 1. 1 മൈനസ് തീറ്റ റേസ് ടു 1 മൈനസ് 1 പറഞ്ഞാൽ 1 മൈനസ് തീറ്റ റേസ് ടു 0, അതായത് 1 ആവും. ഫസ്റ്റ് ടേം 1 മാത്രം. Then എക്സിന് 2 ഇട്ട് കൊടുത്താൽ 2 ഇൻറ്റു 1 മൈനസ് തീറ്റ. എക്സിന് 3 ഇട്ട് കൊടുത്താൽ 3 ഇൻറ്റു 1 മൈനസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ എക്സ്പാൻഷൻ ആണിത്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 1 മൈനസ് തീറ്റയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ. എക്സിന്റെ സ്ഥാനത്ത് 1 മൈനസ് തീറ്റയാണ്. 1 മൈനസ് എക്സ് അല്ലേ? സോ 1 മൈനസ് തീറ്റ റേസ് ടു മൈനസ് 2 അല്ലേ? അതായത് എന്ത് വരും? തീറ്റ ഡിവൈഡഡ് ബൈ നമ്മൾ ഈ 1 മൈനസ് തീറ്റ റേസ് ടു 2 ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനി ഇവിടെ ബ്രാക്കറ്റ് മാറ്റി എന്ത് വരും? തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 പ്ലസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോയി. തീറ്റ ബൈ തീറ്റ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് തീറ്റ എന്ന് കിട്ടി. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ തീറ്റ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഇ ഓഫ് എക്സ് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 becomes expected value of x bar equal to എന്ത് വരും? 1 by n into summation expected value of xi is what? 1 by theta. Summation i equal to 1 to n 1 by theta. അപ്പൊ ഇവിടെ ഐ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 by theta നമുക്ക് പുറത്ത് നിർത്താം. സോ 1 by n theta into summation i equal to 1 to n. 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? n തന്നെ വരും. n-ഉം n-ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 by theta എന്ന് തന്നെ കിട്ടും. So expected value of x bar equal to 1 by theta എന്ന് കിട്ടി. That is x bar is unbiased for theta. ഒന്നുകൂടി പറഞ്ഞുതരാം. തന്നിരിക്കുന്ന PDF-ല് x bar എന്ന് പറയുന്നത് 1 by theta-യുടെ unbiased estimator ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. E of x bar equal to 1 by theta എന്ന് പറയുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി നമ്മൾ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x bar കൺസിഡർ ചെയ്തു. x bar നമുക്കറിയാം സാമ്പിൾ മീൻ ആണ്. സോ 1 by n സമ്മേഷൻ xi 1 by n സമ്മേഷനെ പുറത്ത് നിർത്തിയിട്ട് എക്സ്പെക്ടേഷൻ ഉള്ളിലേക്ക് കൊടുത്തു. അപ്പൊ ഈ E of xi നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ട് തന്നിരിക്കുന്ന പോപ്പുലേഷന്റെ ഇ ഓഫ് എക്സ് മീൻ കണ്ടുപിടിച്ചു. ആസ് യൂഷ്വൽ സാധാരണ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇത് ജോമെട്രിക് പോപ്പുലേഷൻ ആണ്. നമ്മൾ ഇതിന്റെ ഇ ഓഫ് എക്സ് ഓൾറെഡി മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചെയ്ത് നോക്കി അറിയാം. ബൈ ജോമെട്രിക്കിന്റെ മീൻ എടുത്താൽ 1 by p എന്നായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ പിയുടെ സ്ഥാനത്ത് തീറ്റ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 1 by തീറ്റ എന്ന് കിട്ടിയത്. അപ്പൊ ഇ ഓഫ് എക്സ് നമുക്ക് 1 by തീറ്റ എന്ന് കിട്ടി. ദെൻ അത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 1 by തീറ്റ എന്ന് കിട്ടി. ദാറ്റ് ഈസ് എക്സ് ബാർ ഈസ് അൺബയാസ്ഡ് ഫോർ 1 by തീറ്റ. മനസ്സിലായോ? x bar equal to 1 by theta ആണ് നമുക്ക് need to prove E of x bar equal to expected value of 1 by n summation over xi എന്തമ്മ is equal to 1 by n
expected value of xi ഒന്നാമത്തെ E of x equal to summation over x into f of x summation over x equal to amma pooja infinity x theta into 1 minus theta raised to x minus 1 that is equal to theta into summation over x equal to 1 to infinity x into 1 minus theta x raised to minus 1 that is equal to theta into 1 plus 2 into 1 minus theta plus 3 into 1 minus theta square plus etc. അങ്ങനെ അതെന്ന് പറയുന്നുണ്ടെങ്കിൽ 1 minus theta raised to minus 2 ആണ്. ഇവിടെ എഴുതി വെക്കാം. അതായത് എന്താ 1 plus 2x plus 3x square plus etc. and എന്താണ് 1 minus x raised to minus 2 ആണ്. Okay, that is equal to theta by 1 minus theta whole square that is equal to theta by 1 minus 1 plus theta square അതായത് രണ്ടും കൂടെ that is equal to theta by theta square that is equal to 1 by theta. Put in 1 we get അയ്യോ ടീച്ചർ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തേൽ ഇടുമ്പോൾ എന്താ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 1/n summation ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n summation over I equal to 1 to n 1 by theta that is equal to 1 by n theta into n that is equal to 1 by theta. Therefore it is unbiased for 1 by theta. കഴിഞ്ഞു. കഴിഞ്ഞു. ഒരു സെക്കൻഡ്. Uniform distribution over closed interval 0, 1 theta based on a random sample of size. Okay. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Find an unbiased estimator of the parameter theta of the uniform distribution over closed interval 0, theta based on a random sample of size n. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഇത് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് PDF എടുത്ത് എഴുതി തന്നിട്ടില്ല എന്നുള്ളത്, പക്ഷെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ റാൻഡം സാമ്പിൾ ഫോളോ ചെയ്യുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്താ? ഇഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഫോളോസ് യു ക്ലോസ്ഡ് ഇന്റർവെൽ a, b യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ യു എന്നാ ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ f of x is equal to 1 divided by b minus a. ഇതൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ അറിയാത്തവർക്ക് ഇവിടേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. f of x equal to 1 by b minus a, അതായത് 1 by upper limit minus lower limit. ഇതാണ് യൂണിഫോമിന്റെ PDF. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് x follows uniform distribution over 0 theta. Then f of x theta എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 divided by theta minus 0, അതായത് 1 by theta തന്നെ. For 0 less than or equal to x, less than or equal to theta, and 0 elsewhere. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് അറിയാത്തവര് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കുക. അപ്പൊ നമ്മുടെ PDF തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്കൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കണം. എന്തിന്? തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിന് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഇ ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് തീറ്റ ഡി എക്സ് അല്ലെ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ എക്സ് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to theta x ഇൻറ്റു എഫ് ഓഫ് എക്സ് തീറ്റ ഈസ് 1 by theta dx. നമ്മൾ 1 by theta പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് ബാക്കി ഇന്റഗ്രൽ 0 to theta x dx.
That is 1 by theta into integral x is x square by 2 within the limit 0 to theta. That is 1 by 2 theta into theta square minus 0. That is theta square by 2 theta. ഒരു തീറ്റ തീറ്റ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ 2 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇ ഓഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം തീറ്റ ബൈ 2 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ബാർ ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് 1 by n സമ്മേഷൻ എക്സ് ഐ. അപ്പൊ ആസ് യൂഷ്വൽ 1 by n സമ്മേഷനെ പുറത്ത് നിർത്തിയിട്ട് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ഐ. So 1 by n into summation e of xi is theta by 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ theta by 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. So theta by 2 കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് പുറത്തേക്ക് നിർത്താം. theta by 2n into summation i equal to 1 to n 1. അതായത് theta by 2n into n ക്യാൻസൽ ചെയ്ത് പോയിട്ട് e of x bar നമുക്ക് എന്ത് തന്നെ കിട്ടി? theta by 2 എന്ന് കിട്ടി. അപ്പൊ e of x bar തീറ്റയുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ അല്ലെങ്കിൽ let t equal to 2x bar നടത്തു. Then expected value of t എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? expected value of 2x bar. That is 2 into expected value of x bar. That is 2 into expected value of x bar is theta by 2. 2 cancel ചെയ്തുകൊണ്ട് theta കിട്ടി. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? expected value of 2x bar equal to theta, which implies 2x bar is an unbiased estimator of 2x bar is an unbiased estimator of theta. അപ്പോൾ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇ ഓഫ് എക്സ് കാണാം, ഇ ഓഫ് എക്സ് ബാർ കാണാം. അപ്പൊ ഇ ഓഫ് എക്സ് ബാറിലൊക്കെ നമുക്ക് ചിലപ്പോൾ തീറ്റ കിട്ടാം. ഈ കിട്ടിയില്ലെങ്കിൽ ഇ ഓഫ് എക്സ് ബാർ ഒക്കെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ തീറ്റ ബൈ 2 വന്നതുകൊണ്ടാണ് നമ്മളിവിടെ 2x ബാർ എടുത്തത്. ഇപ്പൊ തീറ്റ ബൈ 3 ആയിരുന്നെങ്കിൽ നമ്മൾ 3x ബാർ എടുത്തേനെ, കാരണം നമുക്ക് 2 ഈ 2 പോയാലാണ് ഇവിടെ തീറ്റ മാത്രം വരുള്ളൂ. അപ്പൊ 2 പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ 2x ബാർ എടുത്തത്. ഇനിയിപ്പോ ഇവിടെ തീറ്റ ബൈ n ആയിരുന്നെങ്കിൽ നമ്മൾ nx ബാർ എടുത്തേനെ. അപ്പൊ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ച് വേണം ടീനെ ചൂസ് ചെയ്യാൻ. കാരണം നമുക്ക് എക്സ്പെക്ടഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ തീറ്റ വരാൻ പാടും. അപ്പൊ ആ തീറ്റ വരാൻ വേണ്ടി നമുക്ക് ഏത് രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ എടുക്കും. ഓക്കെ, ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി. ഈ ഡിസ്ട്രിബ്യൂഷനുകളൊക്കെ അറിയാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ 1 by theta വന്നതെന്നൊക്കെ സംശയം ഉണ്ടാവും. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, തൊട്ട് മുന്നത്തെ സെമ്മുകളില്. ഞാൻ പറഞ്ഞ ഓരോ സെമ്മും കണ്ടിന്യൂഷൻ ആണ്. ആ സെമ്മുകൾ പഠിക്കാതെ ഒന്നും തൊട്ട് മുന്നത്തെ സെമ്മിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവില്ല.
ഇത് കഴിഞ്ഞാൽ പറയാം കേട്ടോ. എല്ലാവരും കഴിഞ്ഞില്ലേ? ഫസ്റ്റ് പ്രോപ്പർട്ടി അൺബയാസ്ഡ്നെസ് ആണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ എസ്റ്റിമേറ്ററിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടിയാണ്. അതായത് സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന കേസിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് സപ്പോസ് വി ഹാവ് ആൻ എസ്റ്റിമേറ്റർ ടി ഫോർ എ പാരാമീറ്റർ തീറ്റ, then t is said to be t അല്ലെങ്കിൽ tn. tn എന്ന് എടുക്കുന്നത് നമ്മൾ സാമ്പിൾ എടുക്കുന്നതുകൊണ്ട് tn എന്ന് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. Suppose we have a random sample x1, x2, etc. xn with from a probability density function f of x theta, then tn is said to be consistent for theta. tn എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ theta എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്ററിന് കൺസിസ്റ്റന്റ് എന്ന് പറയണമെങ്കിൽ tn should be converges in probability to theta. Convergence in probability എന്താന്ന് ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? What is convergence in probability? നമുക്ക് പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് കൺസിസ്റ്റൻസി നമ്മൾ അൺബയാസ്ഡ് എന്ന് പറഞ്ഞപ്പോ ഒരു എസ്റ്റിമേറ്റർ ഒരു പാരാമീറ്ററിന്റെ അൺബയാസ്ഡ് ആവാൻ ആ എസ്റ്റിമേറ്ററിന്റെ എക്സ്പെക്ടഡ് വാല്യൂ കണ്ടുപിടിച്ചാൽ അത് ആ അൺനോൺ പാരാമീറ്റർ തന്നെ ആയാൽ മതിയായിരുന്നു. കൺസിസ്റ്റൻസി പറഞ്ഞ ഒരു ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അവിടെ ഒരു കൺവേർജൻസ് വരുന്നുണ്ട്. കൺവേർജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന കേസിലാണ് പറയാ. അപ്പൊ സപ്പോസ് x1, x2, etc. xn be a random sample taken from a population f of x theta where theta is unknown. theta ആണ് നമ്മുടെ unknown parameter. അങ്ങനെയെങ്കിൽ സപ്പോസ് tn is an estimator of theta. tn എന്ന് പറഞ്ഞാൽ t അല്ലെങ്കിൽ tn അതൊക്കെ നമ്മൾ റെപ്രസെന്റേഷൻ കൊടുക്കുന്നതാണ് കേട്ടോ. t എടുത്താലും കുഴപ്പമില്ല, tn എടുത്താലും കുഴപ്പമില്ല. t is an estimator of theta. t എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു എസ്റ്റിമേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ tn എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു എസ്റ്റിമേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ tn എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആകണമെങ്കിൽ tn should converge in probability to theta. അതിന്റെ അർത്ഥം convergence in probability എന്ന് പറഞ്ഞാൽ probability that absolute value of tn minus theta less than epsilon tends to 1 as n tends to infinity, or probability that absolute value of tn minus theta greater than epsilon tends to 0 as n tends to infinity. അതായത് സാമ്പിൾ സൈസ് ലാർജ് ആവുന്തോറും സാമ്പിൾ സൈസ് കൂടുന്തോറും എസ്റ്റിമേറ്ററും പാരാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് അപ്സിലോണിനെക്കാട്ടിലും ചെറുതാവുക. അപ്സിലോൺ എന്ന് പറയുന്നത് ഒരു സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്സിലോൺ ഇസ് എ സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഈ tnഉം തീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എസ്റ്റിമേറ്ററും പാരാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ അപ്സിലോണിനെക്കാട്ടിലും ചെറുതാവാനുള്ള പ്രോബബിലിറ്റി 1 ടെൻഡ് ചെയ്യുക. എപ്പോ സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോൾ. അങ്ങനെയാണെങ്കിൽ tn is said to be a consistent estimator of theta. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, tnഉം തീറ്റയും തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ അപ്സിലോണിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാനുള്ള പ്രോബിലിറ്റി. ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് പറയുന്നത്. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ കോംപ്ലിമെന്റ് ആണ് ഇത്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി. tnഉം തീറ്റയും തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ അപ്സിലോണിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ആവുക. അതായത് tn എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റർ സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോൾ തീറ്റയുടെ വാല്യൂയിലോട്ട് തന്നെ കൺവേർജ് ചെയ്യാം.
TN-ഉം TT-യും സെയിം ആവുക, അല്ലെങ്കിൽ ആ ഡിഫറൻസ് വളരെ ചെറുതാവുക. അപ്പോഴല്ലേ നല്ലൊരു എസ്റ്റിമേറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തീറ്റയുടെ വാല്യൂ 25-ഉം നമ്മുടെ TN-ന്റെ വാല്യൂ ഒരു 25.5 ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വെറും 0.5 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറൻസ് വളരെ ചെറുതാവുക. TN-ഉം TT-യും തമ്മിലുള്ള ഡിഫറൻസ് ചെറുതാവാനുള്ള പ്രോബബിലിറ്റി 1 ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രോബബിലിറ്റി ലാർജ് ആവുക. മാക്സിമം പ്രോബബിലിറ്റി 1 അല്ലേ ഉള്ളൂ. അപ്പൊ ഈ TN-ഉം TT-യും തമ്മിലുള്ള ഡിഫറൻസ് ചെറുതാവാനുള്ള പ്രോബബിലിറ്റി വലുതാണെങ്കിൽ, എപ്പോ സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോ TN is said to be consistent for theta. അല്ലെങ്കിൽ TN-ഉം TT-യും തമ്മിലുള്ള ഡിഫറൻസ് വലുതാവാനുള്ള പ്രോബബിലിറ്റി ചെറുതാവുക. അതാണ് ഇവിടെ ടെൻസ് ടു 0 എന്ന് ഉദ്ദേശിച്ചത്. TN-ഉം TT-യും തമ്മിലുള്ള ഡിഫറൻസിന്റെ പ്രോബബിലിറ്റി, തമ്മിലുള്ള ഡിഫറൻസ് വലുതാവാനുള്ള പ്രോബബിലിറ്റി 0 ആണെങ്കിൽ, 0-ലോട്ടാണ് ടെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാം? എപ്പോ സാമ്പിൾ സൈസ് ലാർജ് ആവുന്നു. അങ്ങനെയുള്ള കേസിൽ നമുക്ക് TN is said to be consistent for theta എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളൂ. കൺസിസ്റ്റൻസി ഇസ് എ ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടി. സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോഴുള്ള ഒരു എസ്റ്റിമേറ്ററിന് വരുന്ന പ്രോപ്പർട്ടിയാണ് കൺസിസ്റ്റൻസി. അപ്പൊ അത് എപ്പോഴാണ് ഒരു എസ്റ്റിമേറ്റർ ഒരു അൺനോൺ പാരാമീറ്ററുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാന്ന് വെച്ചാല്, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു റാൻഡം സാമ്പിൾ എടുത്തു. x1, x2, etc. xn be a random sample of size n from a PDF f of x theta where theta is an unknown parameter. TN എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു എസ്റ്റിമേറ്റർ ആണ്. അത്രേ നമുക്ക് അറിയുള്ളൂ. എപ്പോഴാണ് ഈ TN-ന് തീറ്റയുടെ ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാ? TN-ഉം TT-യും തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ അപ്സിലോണിനെക്കാട്ടിലും ചെറുതാവാനുള്ള പ്രോബബിലിറ്റി 1-ലോട്ട് ടെൻഡ് ചെയ്യുക. എപ്പോ? സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോ. അല്ലെങ്കിൽ TN-ഉം TT-യും തമ്മിലുള്ള ഡിഫറൻസ് വലുതാവാനുള്ള പ്രോബബിലിറ്റി 0-ലോട്ട് ടെൻഡ് ചെയ്യുക. എപ്പോ? എഗെയിൻ എഴുതൂ. കൺസിസ്റ്റൻസി ഡെഫിനേഷൻ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. Consistency is a large sample property. Consistency is a large sample property. Let x1, x2, etc. xn, x1, x2, etc. xn be a random sample of size n, small letter n. x1, x2, etc. xn be a random sample of size n, small letter n, taken from a population with PDF or PMF, bar ഇട്ടിട്ട് എഴുതിയാൽ മതി. with PDF or PMF f of x theta, full stop. Let Tn, T യുടെ സഫിക്സിൽ n എഴുതാം. Let Tn is an estimator of theta. Let Tn is an estimator of theta. Tn is an estimator of theta. Then Tn is said to be consistent for theta. Tn is said to be consistent estimator for theta. Tn is said to be consistent estimator. Tn is said to be a consistent estimator for theta. Tn is said to be a consistent estimator for theta if ഇത് എഴുതാട്ടാ ഇങ്ങനെ നൊട്ടേഷൻ. if Tn അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയതിനു ശേഷം എഴുതിയാലും മതി. Tn converges in probability. ഇത് കണ്ടാൽ മനസ്സിലാവാത്തവര് Tn converges in probability to theta എന്ന് തന്നെ എഴുതുക. Tn converges in probability to theta.
അതിന്റെ ബ്രാക്കറ്റിൽ ഈ നൊട്ടേഷൻ എഴുതി വെച്ചാലും മതി. Tn converges in probability to theta. ഇതാണ് അതിന്റെ നൊട്ടേഷൻ. That is if ഇതത്തെ ഈ സ്റ്റേറ്റ്മെന്റ് probability that absolute value of Tn minus theta less than epsilon tends to 1 as n tends to infinity, or probability that absolute value of Tn minus theta greater than epsilon tends to 0 as n tends to infinity. ബോർഡിലുണ്ട്, തെറ്റിക്കാതെ നോക്കി എഴുതുക. Then Tn is consistent for theta. Tn എന്ന് പറഞ്ഞ T എഴുതിയാലും മതി. തന്നെ Tn എഴുതിയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് ഒരു എസ്റ്റിമേറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. Then Tn is consistent for theta. എഴുതിയോ? Thus consistency means as sample size increases, sample size കൂടുന്തോറും the estimator converges to true parametric value. സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോൾ Tn തീറ്റയിലോട്ട് കൺവേർജ് ചെയ്യുന്നു. As sample size increases, the estimator converges to true parametric value. എഴുതിയോ? ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസിസ്റ്റൻസി ഇറ്റ്സ് എ ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടി. അതായത് സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോഴാണ് ആ എസ്റ്റിമേറ്റർ അൺനോൺ പാരാമീറ്റർ ആയിട്ടുള്ള തീറ്റയുടെ വാല്യൂയിലോട്ട് കൺവേർജ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് Tn converges in probability to theta എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ വായിച്ചു വെക്കുക. ഒന്നുകൂടി ഞാൻ പറയണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ, പിന്നെ നമ്മള് ഒന്നും പറഞ്ഞില്ല. അൺബയാസ്ഡ്നെസിന്റെ 2-3 പ്രോബ്ലം ചെയ്തു. കൺസിസ്റ്റൻസി എന്താന്ന് പറഞ്ഞു. ഇതിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇത് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ അറ്റൻഡൻസ് എടുക്കാം.